തിരുവനന്തപുരം ശ്രീകാര്യത്തിന് സമീപം ശ്രീകാര്യത്ത് നിന്ന് നമ്മൾ ഉള്ളൂർ പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം ഒന്ന് വരുമ്പോൾ സ്റ്റുഡിയോ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇടത്തേക്ക് കാണുന്ന റോഡ് ഏകദേശം ഒരു 400 മീറ്റർ ഉള്ളിലായിട്ട് വരുമ്പോൾ ഇതാ ഈ കാണുന്ന ഒരു ഹോസ്റ്റൽ കെട്ടിടം വിൽപ്പനയ്ക്കുള്ളതാണ്. ടോട്ടലായിട്ട് 6 സെൻറ്റിൽ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിന് കുറച്ച് മേളിലോട്ട് നിൽക്കുന്ന കെട്ടിടമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. ഈ കെട്ടിടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കടമുറി നമുക്ക് കാണാൻ സാധിക്കും. മുൻവശത്ത് തന്നെ ഈ ഒരു കടമുറി അടക്കമാണ് ഇത് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. നമുക്ക് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. ഇതിൽ വേറെ ഇനി ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്. ഇതിൽ ടോട്ടലായിട്ട് 12 റൂംസാണുള്ളത്. ഒരു കിച്ചണും ഉണ്ട്. നമുക്ക് എല്ലാ റൂംസും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂംസാണ്. ഇത് നോക്കി നമുക്കിവിടെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഹോസ്റ്റലിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ കുറേ ബൈക്കുകളൊക്കെ വെക്കാമെന്നുള്ള രീതിയിൽ സ്പേസ് കിട്ടും. ഇതിപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ വാടകയ്ക്കോ നൽകാവുന്നതാണ് കേട്ടോ. വിൽപ്പനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോട്ടൽ കെട്ടിടത്തിന് ഉദ്ദേശിക്കുന്നത് 1,30,00,000 രൂപയും വാടകയ്ക്കാണെന്നുണ്ടെങ്കിൽ മാസം 55,000 രൂപയാണ് വാടക ഉദ്ദേശിക്കുന്നത്. ഹോസ്റ്റലൊക്കെ എടുത്ത് നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് കുട്ടികളെ താമസിപ്പിക്കാം. ഇതിലൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു 12 റൂമുണ്ട്. ഓരോ റൂമിലും മിനിമം ഒരു 3 പേര് 4 പേര് വെച്ചിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ആ രീതിയിൽ ആണ് ഇതിൻ്റെ നിർമ്മിതി വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഫുള്ളായിട്ട് റൂംസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ റൂംസ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കോമൺ റൂമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അതിനകത്ത് 2 റൂം, പിന്നെ ഇങ്ങനെ ഒരു കോമൺ റൂം. ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് നമ്മുടെ ഒരു കോമൺ കിച്ചണാണ്. ഈ കെട്ടിടത്തിന് ടോട്ടലായിട്ടുള്ള ഒരു കോമൺ കിച്ചണാണ്. ഇതുവഴി നമുക്ക് പിൻവശത്തേക്ക് വീണ്ടും ഇറങ്ങാൻ സാധിക്കും. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് റൂഫ് ചെയ്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കിച്ചണായിട്ട് കൺവേർട്ട് ചെയ്യാം കേട്ടോ. പുറത്ത് സ്റ്റാഫിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിൻവശത്ത് നിന്ന് ഇതുപോലെ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി തന്നെ നമുക്ക് നേരെ മേളിലേക്ക് ഒരു ആക്സസ് ഉണ്ട്. അതുമല്ല നമുക്ക് ഈ അറ്റത്തുള്ള റൂമിനാണെങ്കിൽ ശരിക്കും 2 ആക്സസ് ആണ് കേട്ടോ. ഒരു ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അതൊരു സിംഗിൾ റൂമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബാക്കി വിഷ്വൽസ് കൂടെ ഞാൻ അതുവഴി കയറി കാണിച്ചു തരാം. ഇത് നമ്മുടെ ശരിക്കും 2nd ഫ്ലോർ ആണ് കേട്ടോ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബേസ്മെൻറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് നമുക്ക് ഒരു ഷോപ്പും ബാക്കിയുള്ള കാർ പാർക്കിംഗ് സ്പേസും ഒക്കെയാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ നേരത്തെ കാണിച്ച കിച്ചണും റൂംസും വരുന്നത്. ഇത് അടുത്തൊരു ഫ്ലോറാണ്. ഇവിടെ എല്ലാം ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള 6 റൂമുകൾ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ കാണാൻ സാധിക്കും. എല്ലാ റൂംസിലും ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഹോസ്റ്റൽ പർപ്പസിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് നമുക്ക് ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ അതുമായിട്ട് ബേസ് ചെയ്ത് ഒത്തിരിയധികം ആൾക്കാർക്ക് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ലേഡീസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പെർ ഹെഡ് 8,000 രൂപ, 7,500, 8,000 ആണ് പല ഹോസ്റ്റൽസിലും ചാർജ് ചെയ്യുന്നത് കേട്ടോ. ചിലയിടത്ത് വിത്തൗട്ട് ഫുഡ് നമുക്ക് പെർ ഹെഡ് 5,000 രൂപയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു റൂമിനകത്തൊരു 3 കോട്ടൊക്കെ ഇടാനും സാധിക്കും. ഇതുപോലെ വീണ്ടും നമുക്ക് ഇനിയും റൂംസ് ഒത്തിരി അധികം ഉണ്ട്. അതായത് ടോട്ടലായിട്ട് 12 റൂമുകളുള്ള കെട്ടിടമാണ് കേട്ടോ. എല്ലാം നമുക്ക് ചെറിയ റൂമൊന്നുമല്ല. നമ്മൾ 12 റൂമെന്ന് പറയുമ്പോൾ ചെറിയ റൂമാണെന്ന് പ്രതീക്ഷിക്കരുത്. എല്ലാം വലിയ റൂംസാണ്. ഉണ്ടോ, ഇങ്ങനെ വിശാലമായിട്ടുള്ള വലിയ റൂംസാണ്. ഇത് നമ്മുടെ ടെറസാണ് കേട്ടോ. ടെറസിൽ വന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ റൂഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കെട്ടിടത്തിനും സേഫ്റ്റിയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നമുക്ക് തുണിയൊക്കെ അലക്കാനുണ്ടാണെങ്കിലോ ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്ഥലമാണ്. മെയിനായിട്ട് സ്റ്റുഡൻസിനൊക്കെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വന്നിരുന്ന് പഠിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താം. നമ്മൾ തിരുവനന്തപുരം സിറ്റിയിൽ നല്ലൊരു ലൊക്കേഷനാണ്. കാരണം ശ്രീകാര്യം ജംഗ്ഷൻ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. നമുക്ക് ജംഗ്ഷനിൽ നിന്ന് കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് നടന്നെത്താവുന്ന ഡിസ്റ്റൻസിലാണ്. അപ്പോൾ മൊത്തത്തിൽ 6 സെൻറ്റിൽ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിൻ്റെ മേളിലോട്ട് വരുന്നൊരു കെട്ടിടമാണ്. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. നേരിട്ട് ഓണറുമായിട്ട് തന്നെ ഡീൽ ചെയ്യാം. നമുക്കിത് വിൽപ്പനയ്ക്കാണെന്നുണ്ടെങ്കിൽ 1,30,00,000 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വാടകയ്ക്കാണെന്നുണ്ടെങ്കിൽ 55,000 രൂപയാണ് മാസ വാടകയായിട്ട് ഉദ്ദേശിക്കുന്നത്. മാസ വാടക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഓരോരുത്തരും ഇതിനകത്ത് കയറ്റി വാടക വാങ്ങിക്കുന്ന കാര്യമല്ല പറഞ്ഞാട്ടെ. ഇത് മൊത്തത്തിൽ ആർക്കെങ്കിലും ഹോസ്റ്റൽ എന്തെങ്കിലും എടുത്ത് നടത്താൻ താല്പര്യമുണ്ട്, അതല്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഷോപ്പൊക്കെയാണ്, ഇപ്പോൾ ഈ ജ്വല്ലറീസ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ അവരുടെ സ്റ്റാഫിനെയൊക്കെ നിർത്താൻ വേണ്ടി മൊത്തത്തിലൊരു കെട്ടിടം അന്വേഷിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവർക്ക് ഒരു കോമൺ ആയിട്ടൊരു കിച്ചൺ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഭക്ഷണമെല്ലാം അവിടെ വെച്ച് തന്നെ നമുക്ക് സ്റ്റാഫിനൊക്കെ കൊടുക്കാവുന്ന രീതിയിൽ പറ്റിയൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി മിസ് ചെയ്യാണ്ടിരിക്കുക. താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നേരിട്ട് ഓണറുമായിട്ട് തന്നെ ഡീൽ ചെയ്യാൻ സാധിക്കും.